നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ് നമ്മുടെ മോള്. ഒരു തരത്തിലുള്ള ദോഷവും അതിനുണ്ടാവരുത്. നമ്മളായിട്ട് ഉണ്ടാക്കരുത്. പിന്നെ പൂജകളും വഴിപാടുകളുമായിട്ട് അമ്പലത്തിൽ ഓടി നടന്നാലും ചിലപ്പോ അത് മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് വരും. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് നമ്മുടെ മോൾ അനുഭവിക്കണം. ആതിര തന്നെ ആലോചിച്ച് നോക്ക്. എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് എന്തിനാ ചേച്ചിയുടെ സമ്മതമൊക്കെ? ഈ പോക്കാണെങ്കി കുളിപ്പിക്കാൻ മാത്രമല്ല, ഒന്ന് എടുക്കണമെങ്കിൽ പോലും അർച്ചനയുടെ സമ്മതം ആതിരയ്ക്ക് ചോദിക്കേണ്ടി വരും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നീ ഇത്ര നിസ്സാരമായിട്ട് കാണണ്ട. സംഭവം ആതിരയുടെ ചേച്ചിയൊക്കെയാണ് അർച്ചന. നിങ്ങൾ സഹോദരങ്ങൾക്കിടയില് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയുമല്ല. ആതിര പ്രസവിച്ച അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അർച്ചനയ്ക്കിപ്പോ മറ്റൊരു ചിന്തയില്ല. സച്ചിയുടെ കാര്യം പോലും നോക്കാൻ സമയമില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭർത്താവിനെ മറന്നുവരെ കുഞ്ഞിന്റെ പുറകെ നടക്കുക അർച്ചന. എപ്പോഴും എടുത്തും കുളിപ്പിച്ചും മുരുക്കിയും ഉറക്കിയും ഒക്കെ അർച്ചന കുഞ്ഞിന്റെ കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം അർച്ചന ചെയ്യുന്നോണ്ട് ആതിരയ്ക്ക് ജോലിക്കുറവാണെന്ന് കരുതി ആശ്വസിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആതിര അറിഞ്ഞിരിക്കണം. ഏതൊരു ബന്ധമായാലും ശരി, അതിലേറ്റവും പ്രധാനമായൊരു ബന്ധമാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മബന്ധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അമ്മയോട് തന്നെയാ. ആതിര ഒന്ന് ഓർത്തു നോക്കിക്കേ, നീയും കുഞ്ഞും തമ്മിൽ അങ്ങനെയൊരു മാതൃത്വത്തിന്റെ ആത്മബന്ധം ഉണ്ടോന്ന്? ഇല്ലെന്ന് എനിക്കറിയാം. കുഞ്ഞിന് ആ ബന്ധമുള്ളത് അർച്ചനയോടാ. അതുകൊണ്ടല്ലേ ആതിരയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് കരയുമ്പോ അർച്ചന വന്നെടുക്കുമ്പോ അത് കരച്ചിൽ നിർത്തുന്നത്. കുഞ്ഞുങ്ങളാവുമ്പോ കരയണം. ആ കരച്ചിൽ നിർത്തേണ്ടത് അമ്മയല്ലേ? ഇവിടെ അത് വലിയമ്മയാണെന്ന് മാത്രം. അർച്ചന സ്വന്തം കുഞ്ഞായിട്ടാ ആതിരയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും താലോലിക്കുന്നതും എല്ലാം. ഇന്നാള് വലിയ വായിൽ അർച്ചന പറയുന്നത് കേട്ടു, ഹോസ്പിറ്റലിൽ ആദ്യം കുഞ്ഞിനെ വാങ്ങിയത് അർച്ചനയാണെന്ന്. അതങ്ങനെ വെറുതെ കേട്ട് കളയേണ്ട കാര്യമല്ലത്. ആദ്യം വാങ്ങിയത് മുതൽ ഇപ്പൊ വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് അമ്മയോടൊപ്പം അല്ല. മോക്ക് ആദ്യ ചുംബനം കൊടുത്തത് മുതൽ ഇപ്പൊ കുളിപ്പിക്കുന്നത് വരെ അർച്ചന. അല്ല, കുഞ്ഞിന് ഒന്നും മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിലും ഇപ്പൊ ബുദ്ധിയിൽ ഉറക്കുന്നതൊക്കെ പിന്നീട് മൈൻഡിൽ സെറ്റായിട്ട് മാറും. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോ അമ്മയിൽ നിന്നും മോൾ അകലാൻ തുടങ്ങും. ഇപ്പൊ നീ പാല് കൊടുക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ രാത്രിയെങ്കിലും കുഞ്ഞിനെ ഇവിടെ കൊണ്ട് കിടത്തുന്നത്. നീ മനസ്സിലൊന്ന് ഉറപ്പിച്ചോ, പാലുകൂടി നിർത്തുന്ന അന്നു മുതൽ ആ കുഞ്ഞ് ഉറങ്ങാൻ പോകുന്നതേ അർച്ചനയോടൊപ്പമായിരിക്കും. കഷ്ടപ്പെട്ട് 8-9 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച നിന്റെ കുഞ്ഞ് നിന്നിൽ നിന്ന് അകലുന്നത് ചിന്തിക്കാൻ പറ്റുമോ നിനക്ക്? അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാവും ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വലിയമ്മ അമ്മയായിട്ട് മാറുമ്പോ അമ്മയ്ക്ക് കുഞ്ഞിന്റെ മനസ്സിൽ 2ാം സ്ഥാനമായിരിക്കും. അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, ഞാനീ പറഞ്ഞത് അർച്ചനയ്ക്ക് നീ കുഞ്ഞിനെ കൊടുക്കരുതെന്നല്ല. എല്ലാത്തിനും നീ ഒരു പരിധി വെക്കണം ആതിരെ. നിങ്ങള് ചേച്ചി അനിയത്തേക്കാ. ആ സ്നേഹം അങ്ങനെ തന്നെ വെച്ചോണ്ട് എപ്പോഴും കുഞ്ഞിനെ എടുക്കാൻ വരുമ്പോ അത് സമ്മതിച്ചു കൊടുക്കരുത്. കൂടുതൽ നേരം നീ വേണം കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിക്കാൻ. അർച്ചന വളരെ കൂടുതലായിട്ട് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതിന് നിനക്കൊരു പരിധി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ
പിന്നീട് ഒരിക്കലും നിനക്കതിന് പറ്റിയെന്ന് വരില്ല. ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നീ ഒന്ന് ആലോചിച്ചാ നിനക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാ. ഇനി മറ്റൊരു വലിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതാ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഗർഭിണിയായിരുന്നിട്ടും പ്രസവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. ആ ഭാഗ്യം നിനക്ക് കിട്ടി. പക്ഷേ അർച്ചന ഇതുവരെ ഗർഭിണിയായിട്ടില്ല. അത് എനിക്ക് നിനക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാ. അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളർച്ചയില് സ്വഭാവത്തെ ഒക്കെ ബാധിക്കും. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാം. അതിനൊക്കെ പ്രതിവിധിയും പൂജകളും ഉള്ളപ്പോ ഇതെങ്ങനെയാ ഇല്ലാന്ന് തീർത്തു പറയാൻ പറ്റുന്നത്? ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാ നമ്മുടെ മോള്. ഒരു തരത്തിലുള്ള ദോഷവും അതിനുണ്ടാവരുത്, നമ്മളായിട്ട് ഉണ്ടാക്കരുത്. പിന്നെ പൂജകളും വഴിപാടുകളുമായിട്ട് അമ്പലത്തിൽ ഓടി നടന്നാലും ചിലപ്പോ അത് മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് വരും. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് നമ്മുടെ മോൾ അനുഭവിക്കണോ? ആതിര തന്നെ ആലോചിച്ച് നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.